നമുക്ക് എല്ലാ കാര്യത്തിലും സെലക്ഷനും നമ്മൾ മാത്രം ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി സെലക്റ്റീവ് അല്ല, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇല്ല. അപ്പൊ അങ്ങനെ കുറെ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു കാര്യം നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ റോങ് സെലക്ഷൻ ആണ്, അതുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുന്നു, അവരെ കേൾക്കുന്നില്ല, അംഗീകരിക്കില്ല എന്നല്ലോ. നമുക്ക് വന്ന എല്ലാ കാര്യത്തെയും കുറിച്ചും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനെ ഏറ്റെടുത്താൽ, ഞാൻ ഈ കുടുംബത്തിൽ ജീവിച്ചത്, ഈ മാതാവിന്റെ ഈ പിതാവിന്റെ ഇതിൽ ജനിച്ചത് എനിക്കെപ്പോഴും നല്ലതിനാണ്, ഏറ്റവും വിശിഷ്ടമായിട്ടാണ് എന്നെ പ്രകൃതമാണ്, എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിലൂടെ നമ്മൾ പ്രവർത്തനം തുടങ്ങണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ രണ്ടാമതായ എനിക്ക് ഈ ഇഷ്യൂ വരുമ്പോൾ, ഒരു വിഷ്വൽ പ്രോബ്ലം വരുമ്പോൾ, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഇങ്ങനെ ഒരു വിഷ്വൽ എംപവർമെന്റ് ആയി വിഷ്വൽ ചലഞ്ചിലാവുന്ന സമയത്ത് അത് എനിക്ക് തന്നെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഞാനത് വളരെ കൃത്യമായി ഏറ്റെടുത്തതുകൊണ്ടാണ്. എനിക്കത് ബോധ്യമാണ്. അതിനെന്തെങ്കിലും പിന്നിൽ പ്രകൃതിക്കും ദൈവത്തിനും ഒരു നിശ്ചയം ഉണ്ടായിരിക്കും. അതിലൂടെ ഞാൻ കണ്ടെത്തിയ പർപ്പസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും നമുക്ക് സെലക്റ്റീവായി പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മളിൽ വരുന്ന കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാവണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു അപകടം കണ്ടു. റോഡരികിലൂടെ പോയിരുന്ന ഒരു കുട്ടി, അവൻ്റെതായില്ലാത്ത ഒരു തെറ്റും അവനില്ല. നിഷ്കളങ്കമായ കുട്ടിയുടെ വേറെ വണ്ടി വന്ന് ഇടിച്ചുകൊണ്ട് ആ കുട്ടി മരണപ്പെട്ടു. തീർച്ചയായിട്ടും അതൊരു നിയോഗമാണ്, അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ഒരു നിശ്ചയമാണ്. നമുക്ക് അതിലൊന്നും ഇടപെടാൻ പറ്റില്ല. പക്ഷെ എന്തോ ഒരു നല്ലതിന് അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി, ഒരു വലിയൊരു അപകടത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ജീവൻ ത്യാഗം ചെയ്ത കുട്ടിയായിരിക്കാം. നമുക്കറിയില്ല എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ കുട്ടി, നമുക്കറിയാം ആ കുട്ടി മോശമായ പ്രവർത്തനത്തിനും മറ്റോ പോയി വരുന്നല്ല, അറിവ് നേടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നയിച്ച കുട്ടിയാണ്. നമുക്ക് ഉറപ്പാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഞാൻ വളരെ പ്രൗഡായിട്ട് ചിന്തിക്കുകയാണ്, ആ കുട്ടി ലക്ഷ്യത്തിലേക്ക് പോയ കുട്ടിയാണ്. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുക തന്നെ ചെയ്യും. ആ മാതാപിതാക്കളെ എന്തുകൊണ്ട് ആ മാതാപിതാക്കളെ കുട്ടിയെ സെലക്ട് ചെയ്തു, ആ മാതാപിതാക്കൾ തന്നെ സെലക്ട് ചെയ്യും ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ കടന്നു പോകാൻ. അവർക്ക് അതിനൊരു നിശ്ചയമുണ്ട്. അവരോടൊപ്പം കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ആ ധൈര്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ആ ദൈവം എന്നെ അതിനെ സെലക്ട് ചെയ്തു. ഈ അപകടത്തിലൂടെ ഈ കുട്ടി മരണപ്പെടുമ്പോഴും അവിടെ എന്തോ ഒരു വലിയ അപകടത്തെയോ അല്ലെങ്കിൽ മറ്റെന്തിനോ തടയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിന്തിക്കാനോ, ഈവൻ അവരുടെ ലൈഫിൽ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരിക്കാം. അതവർക്ക് ബോധ്യപ്പെടണം. അവർ ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം, അവരോട് കൂടെ നിൽക്കാം. പക്ഷെ നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, കാരണം നമ്മൾ ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ടവരാണ്. അത് എപ്പോൾ പോകണമെന്നൊരു നിശ്ചയം നമ്മുടെ കയ്യിലില്ല. അത് കുട്ടിയായിരിക്കുമ്പോൾ വേണോ, ഏത് സമയത്ത് വേണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രായമായിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ ചലഞ്ചസിനെയും സ്വീകരിക്കാൻ ഒരു മനസ്സ് നമ്മൾ കണ്ടെത്തണം. ആ മനസ്സ് കണ്ടെത്തിയാൽ മാത്രമേ നേരത്തെ പറഞ്ഞ പർപ്പസിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, എനിക്ക് ലക്ഷ്യമുണ്ട്, ഞാൻ ഇന്ന കാര്യം ഫിക്സ് ചെയ്തിട്ട് ചലഞ്ചസ് ഇങ്ങനെ കടകടകടാന്ന് വന്നുകൊണ്ടിരിക്കുക, നമ്മൾ സ്റ്റക്കായി പോകും, നമ്മൾ പിന്മാറാനുള്ളവരെല്ലാം നമ്മൾ എന്ത് ബോധ്യപ്പെടണമെങ്കിൽ ഇത് സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. അപ്പൊ ആ ലൈഫ് വിഷൻ നമ്മളൊരു പർപ്പസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ വരുന്ന നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഓരോ ഘട്ടത്തിൽ വരുന്ന ഓരോ ഫേസിനകത്തും അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പേസ് കൂട്ടാൻ, സ്പീഡ് കൂട്ടാൻ നമുക്ക് ഈ സംഗതികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറയാൻ ഞാൻ ഒരു സ്ഥാപനത്തെ കുറിച്ച്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്തിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്, എന്തിനാണ് ഈ അധ്യാപകർ, അങ്ങനെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ഓരോ അധ്യാപകരോടും പറയുകയാണ് ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇവിടെ വരുന്ന ഓരോ കുട്ടികളെ ഇന്ന പർപ്പസിനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ വരുന്ന ഓരോ അധ്യാപകർക്കും അറിയാം ഞാൻ എന്തിനവിടെ വരുന്നു എന്നുള്ളത്. അവിടെ വരുന്ന എല്ലാ സ്റ്റാഫുകൾക്കും, എല്ലാ ഓഫീസ് സ്റ്റാഫുകൾക്കും അറിയാം ഞാനിവിടെ എന്തിനിരിക്കുന്നു. അത് പറഞ്ഞു കൊടുക്കാൻ ഈ മാനേജ്മെന്റിന് കഴിയണം. നമ്മുടെ സ്ഥാപനത്തിലായാലും നമുക്ക് പറയാൻ പറ്റണം ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സ് എന്തിനാണ്, നമുക്ക് വരുന്ന ക്ലയൻസ് എന്തിനാണ്, നമ്മൾ ഈ പ്രൊജക്റ്റ് എടുക്കുന്നത് എന്തിനാണ്, നമുക്ക് അറിയണം. നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എന്തിനാണ് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഇന്ന് പലപ്പോഴും ബ്രേക്ക് ആവുന്നതിന്റെ പ്രധാന കാരണം നമുക്കൊരു ലക്ഷ്യം, പർപ്പസ് ഇല്ല. ജീവിതത്തിൽ എന്തോ വേഗമായിട്ട് സംഭവിക്കുന്നു, അതിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഓരോ ഘട്ടം വരുമ്പോൾ അവരെ ഈഗോ ഇവരെ ഈഗോ ക്ലാഷസ്. അതല്ലാതെ നമ്മൾ ഓൾറെഡി മനസ്സുകൾ തമ്മിലുള്ള ബന്ധങ്ങളാണല്ലോ. ഇത് ആദ്യമേ നമ്മൾ പറഞ്ഞുറപ്പിച്ച് നമുക്ക് കൃത്യമായി അതിനെ കൊണ്ടുനടക്കാൻ പറ്റണം. അതിനെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കണം, നമ്മൾ അതിന് തുടരാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്താവുള്ളൂ, ഒരു പർപ്പസ്ഫുൾ ലൈഫ് നയിക്കാൻ പറ്റുള്ളൂ. എങ്കിലാണ് നമുക്ക് ലക്ഷ്യമില്ലാത്തവരാണ് പറയുക ഇങ്ങനൊരു ലക്ഷ്യമില്ലെങ്കിൽ ഇവൻ കാട്ടിക്കൊന്ന കാട്ടിക്കൂട്ടലുകളാണ്.
അതിലേക്ക് നമുക്ക് തിരിച്ചറിവ് കിട്ടണം. അതിന് നമ്മുടെ ലൈഫിലെ സ്കിൽസ് കൂട്ടണം. മറ്റുള്ളവരെ കേൾക്കാനും മറ്റുള്ളവരെ കുറിച്ച് അറിയാനും അവരോട് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മൾ കൃത്യമായി സെലക്ഷൻ നടത്താനും നമ്മുടെ ലൈഫിനെ നമ്മൾ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ആ ഇൻഫ്ലുവൻസ് നമ്മളിൽ നിന്ന് ഈ പുറത്തുള്ള നമ്മുടെ ചുറ്റുള്ള ആളുകൾക്ക് എത്തുമ്പോൾ അത് വലിയൊരു സ്ട്രക്ചർ ആയിക്കൊണ്ട് നമ്മുടെ ചുറ്റിലും വലിയൊരു ഊർജമായി നമ്മുടെ ചുറ്റിലും പ്രകടിപ്പിക്കും. അത്തരത്തിലുള്ള ഒരു വിഷനെ നമുക്ക് സംബന്ധിക്കാൻ പറ്റണം. ആ ഒരു പർപ്പസ് കണ്ടെത്തുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ തുടങ്ങി വെക്കണം. ഒരു സംശയവുമില്ല അതിൽ.